എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നിത്യേന ധാരാളം മന്ത്രങ്ങൾ ജപിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പല ഗ്രന്ഥങ്ങളിലൂടെ അവർ പറഞ്ഞു തന്നിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വഴി എളുപ്പമാകുന്നു. കാരണം നാം തന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് വളരെയധികം ഗവേഷണം വേണ്ട കാര്യങ്ങളാണ് ഓരോന്നും. അപ്പോൾ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ ആ മന്ത്രം ജപിച്ചാൽ ഈ ഫലം കിട്ടും, ഈ മന്ത്രം ജപിച്ചാൽ ഈ ഫലം കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി. അതുപോലെ താന്ത്രിക മന്ത്രങ്ങളെ പോലെ തന്നെ വേദമന്ത്രങ്ങളും അതുപോലെ തന്നെ വളരെയധികം ശക്തിയുള്ളതാണ്, അനുഭവത്തെ കൊണ്ട് വളരെയധികം ഫലസിദ്ധിയുള്ളതുമാണ്. വേദമന്ത്രങ്ങൾ വളരെ പൗരാണികമായിട്ട് ഋഗ്വേദം, യജുർവേദം തുടങ്ങിയുള്ള 4 വേദങ്ങൾ, സാമവേദം, അഥർവവേദം എന്നീ പറയുന്ന 4 വേദങ്ങളിൽ നിന്നും മുഴുവൻ ഭാഗത്തെയും പാരായണം ചെയ്യുന്നതിന് മുറജപം എന്നാണ് പറയുക. പഴയ കാലത്തെ പ്രമുഖമായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ, ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളിലും ഒരു ആചാരപരമായി തന്നെ മുറജപം കൃത്യമായി നടന്നിരുന്നു. പിന്നീട് അതുകൂടാതെ തന്നെ ധാരാളം മഹാക്ഷേത്രങ്ങളിലും വിശേഷ ചടങ്ങുകളുടെ ഭാഗമായും മുറജപം നടന്നിരുന്നു. മുറജപം എന്നുള്ളതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഏറെ പ്രശസ്തം എന്നേ ഉള്ളൂ. ധാരാളം ക്ഷേത്രങ്ങളിലും മുറജപം നടക്കാറുണ്ട്. ആ വേദത്തെ ആദ്യം തൊട്ട് അവസാനം വരെയും പാരായണം ചെയ്യുക, അതുകൊണ്ട് അർച്ചന നടത്തുകയോ അല്ലെങ്കിൽ നെയ്യ് ജപിച്ച് തയ്യാറാക്കി ആ നെയ്യ് ഭഗവാന് സമർപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ ആ വേദമന്ത്രങ്ങളുടെ പൂർണ്ണമായ ശക്തിയെ അവിടുത്തെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുകയാണ് അതിൻ്റെ തത്വം, അതിൻ്റെ സമ്പ്രദായം. ഇപ്പം വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള ലക്ഷാർച്ചനയും വേദമന്ത്രം കൊണ്ടുള്ള മുറജപമൊക്കെ ധാരാളം ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലും ധാരാളം മഹാക്ഷേത്രങ്ങളിലൊക്കെ നടക്കാറുണ്ട്. നവീകരണ കലശം പോലെയുള്ള സന്ദർഭങ്ങൾ, നവീകരണ കലശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തെ നവീകരിക്കുക, അതായത് പുതുക്കുക. ഒരു ക്ഷേത്രം കാലപ്പഴക്കത്തെ കൊണ്ട് അതിന് ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ആ ചൈതന്യത്തിന് വേണ്ട വിധത്തിൽ പ്രകാശിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ അതിനെ പുനരുദ്ധരിക്കുക, അതിനാണ് നവീകരണം എന്ന് പറയുക. പ്രത്യേകമായി ബാലാലയം തയ്യാറാക്കി പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലും തന്ത്രിയെ പോലെയുള്ള ആചാര്യന്മാർ ഈ മുറജപം പോലെയുള്ള കർമ്മങ്ങളും അതിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. അപ്പോൾ വേദം അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. വേദം പഠിക്കാമെന്നൊന്നും പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഒരു വരിയോ ഒരു പേജോ ഒന്നുമല്ല, ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വേദം വിശദമായി പഠിച്ച ആചാര്യന്മാരെ കൊണ്ടുവന്നാണ് ഈ മുറജപം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. അത് നിത്യേന ചൊല്ലി ഒരു സാധനയായി അത് തെളിഞ്ഞു വരണം. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ മന്ത്രങ്ങൾക്കെല്ലാം എന്നർത്ഥം. ഈ വേദസൂക്തങ്ങളെ നമ്മുടെ ഭൗതികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അർച്ചനകളായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നിത്യജപത്തിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, ബോർഡിൽ ധാരാളം വഴിപാടുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ രോഗശമന സൂക്ത പുഷ്പാഞ്ജലി, ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി, ഇങ്ങനെ ഓരോ പേരിൽ ഓരോ വഴിപാടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവയെല്ലാം വേദത്തിൽ നിന്നുള്ള മന്ത്രങ്ങളാണ് എന്നർത്ഥം. ഇവയെ കൃത്യമായി നമ്മൾ ആ ദേവന അർച്ചന കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ പൂജാരി നിങ്ങൾക്ക് വേണ്ടി അർച്ചന കഴിക്കുന്നു, ആ മന്ത്രത്തെ കൊണ്ട് അർച്ചന കഴിക്കുന്നു. അതിലൂടെ അതിൽ നിന്നുണ്ടാകുന്ന ശക്തി ചൈതന്യം നമ്മുടെ ദുഃഖങ്ങളെ അകറ്റുന്നു. അറിവുള്ളവർക്ക് തന്നെത്താനെ ജപിക്കാനെടുക്കാം, അല്ലാതെ ക്ഷേത്രങ്ങളിൽ അഭിഷേകത്തിനോ അർച്ചനയ്ക്കോ വിശേഷ പൂജകൾക്കോ എല്ലാം ഈ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കാം. അതിലേറ്റവും ശ്രദ്ധേയമായ ഏറ്റവും പ്രശസ്തമായ പേരാണ് ഭാഗ്യസൂക്തം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടും ഉണ്ടാവും. പിറന്നാൾ പോലെയുള്ള വിശേഷങ്ങളും ചടങ്ങുകളും ഒക്കെ വരുമ്പം അമ്മമാർ മക്കളുടെ പേരിലൊക്കെ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എഴുതാറുണ്ട്. ഭാഗ്യമുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമുണ്ട്, കുറേ സ്വത്തുണ്ട്, അല്ലെങ്കിൽ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ഭാഗ്യം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവയൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു പോരായ്മ എന്നുള്ളത് അനുഭവിക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും. ഭാഗ്യം അവസാന നിമിഷത്തിൽ പോലും മാറിപ്പോകുന്നതിൻ്റെ പേരിൽ അർഹമായ പല നേട്ടങ്ങളും നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകാം. അപ്പോൾ ഭാഗ്യം കൃത്യമായി ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗുണമാണ്. അതിനു വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഭാഗ്യസൂക്തം എന്ന് പറയാം. ഭാഗ്യം എന്നുള്ളതിന് ഐശ്വര്യവർണ്ണം, സമൃദ്ധിയെന്നും ഒക്കെ പല വിധത്തിലും ആചാര്യന്മാർ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതിനപ്പുറം നമ്മൾ സാധാരണ നാട്ടുഭാഷയെ പറയുന്ന പോലെ അവന് നല്ല ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥ അവനുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവയൊക്കെ വിജയിക്കുന്നൊരവസ്ഥ. അപ്പോൾ അതിന് ഈ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്താം, ഭഗവാൻ അർച്ചന നടത്താം, വിശേഷമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യാം. ഈ മന്ത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവ നിത്യേന ജപിക്കാനെടുക്കാം. പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വേദമന്ത്രങ്ങൾ
ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്ര വരുണ, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആചാര്യൻ്റെ കീഴിൽ തന്നെ പഠിച്ചെടുക്കേ വഴിയുള്ളൂ. അറിയാവുന്നവർക്ക് ചൊല്ലാം, അല്ലാത്തവർക്ക് യൂട്യൂബിലൊക്കെ വേദപണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ഭാഗ്യസൂക്തമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നതും ശ്രേയസ്കരമാണെന്നർത്ഥം. മന്ത്രം ജപിക്കാം, മന്ത്രം കേൾക്കാം, അർച്ചന പോലുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പം നമ്മുടെ ഏതൊരു മേഖലയിലെയും തടസ്സങ്ങൾ മാറാനും ഭാഗ്യം തെളിയാനും ഭാഗ്യസൂക്ത മന്ത്രം നമ്മെ സഹായിക്കും. അതുപോലെ ക്ഷേത്രങ്ങളെ പുഷ്പാഞ്ജലിക്കൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു മന്ത്രമാണ് രോഗശമന സൂക്തം. അക്ഷീഭ്യാം നാസികാഭ്യാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രമുണ്ട്. അത് വളരെ ശക്തിയുള്ള മന്ത്രമാണ്. രോഗദുരിത ശാന്തിയാണ് ഈ മന്ത്രം കൊണ്ട് ആചാര്യന്മാർ അവരുടെ അനുഭവമായി നമ്മളോട് പറയുന്നത്. അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള രോഗങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന ആ ക്ലേശങ്ങളെ മാറ്റിത്തരും എന്നാണ് സങ്കല്പം. ഇതെല്ലാ ദേവീദേവന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്. അർച്ചനയായിട്ട് ചെയ്യുകയും ജപിക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ ഐകമത്യ സൂക്തം നമുക്കറിയാം, ഇതും നമ്മൾ ധാരാളമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കർമ്മമായിരിക്കും. ക്ഷേത്രത്തിലെ ബോർഡുകളിലൊക്കെ നിത്യേന ആൾക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണെന്ന് വേണമെങ്കിൽ പറയാം. ഐകമത്യം ഉണ്ടാവുകയാണ് അതിൻ്റെ ലക്ഷ്യം. കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ പലവിധേനയുള്ള അടിപിടി വഴക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവ മാറാൻ വേണ്ടി ഐകമത്യ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും രണ്ടുപേരും രണ്ട് വഴിക്കാണ്, വഴക്കും ബഹളമാണെങ്കിൽ ഐകമത്യ സൂക്തം കൊണ്ടുള്ള അർച്ചന ഒരു 7 പ്രാവശ്യമോ 12 പ്രാവശ്യമോ 5 പ്രാവശ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഷയ ഗൗരവത്തിനനുസരിച്ച് അതിന് ശാന്തി ലഭിക്കാറുണ്ട്. ഒരു പരസ്പരമുള്ള പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ തക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെച്ച് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം എന്നൊരു മനോഭാവം രണ്ടു പേർക്കും ഉണ്ടാകാൻ ഈ ഒരു മന്ത്രത്തിൻ്റെ ശക്തി വളരെ ഗുണകരമാണ്. അപ്പോൾ അതാണ് ഐകമത്യ സൂക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷ സൂക്തം ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടി ചൊല്ലാറുള്ള ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലൊക്കെ പുരുഷസൂക്ത മന്ത്രം കൊണ്ടുള്ള അർച്ചനകൾ നടത്താറുണ്ട്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന മന്ത്രങ്ങളാണ്. അപ്പോൾ അത് വളരെ ശക്തിയുള്ളതാണ്. അതും ധനസമൃദ്ധി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, മനഃശാന്തി, പാപശമനം, ഇതൊക്കെയാണ് ഈ ഒരു പുരുഷസൂക്തത്തെ കൊണ്ട് അനുഗ്രഹമായിട്ട് പറയുന്നത്. സ്ത്രീസൂക്തം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ്, ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയുള്ളതാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി അല്ലെങ്കിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യം, സമൃദ്ധി എന്നൊക്കെ അർത്ഥമാക്കാം. അപ്പം ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജപമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ധന സംബന്ധമായിട്ടുള്ള ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറുകയും ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ അവയൊക്കെ കിട്ടുക, കടം കൊടുത്തിട്ട് പൈസ കിട്ടാതെ നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ചിലർക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ട് പൈസ കൊടുത്ത് സഹായിച്ചു, പിന്നെ ഇത് എത്ര ചോദിച്ചിട്ടും കിട്ടാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ അത്തരം ഒരവസ്ഥയൊക്കെ മാറി നമുക്ക് കിട്ടേണ്ട ധനം നമ്മളിലേക്ക് തിരികെ വരിക, നമ്മുടെ പ്രവർത്തന മേഖലയ്ക്ക് ന്യായമായ സാമ്പത്തിക ശേഷി ഉണ്ടാവുക, ഇതിനെല്ലാം ഈ ശ്രീസൂക്ത മന്ത്രത്തെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഏറെ ഗുണകരമാണ്. കാളീസൂക്ത മന്ത്രം ഭദ്രകാളിയുടെ വളരെ വിശിഷ്ടമായിരിക്കുന്ന മന്ത്രമാണ് കാളീസൂക്തം. ആ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലിയോ ജപമോ ഒക്കെ ചെയ്യുന്നത് ശത്രുദോഷ ദൃഷ്ടിദോഷാദി വിഷയങ്ങൾ മാറാൻ വേണ്ടി പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങളിനിയും ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ അർച്ചന നടത്തുന്ന സാഹചര്യത്തിൽ കാളീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇപ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജാരിമാർ ഈ പറഞ്ഞ എല്ലാ സൂക്തങ്ങളും കർമ്മങ്ങളൊന്നും അവിടെ ചെയ്യാനുള്ള സൗകര്യം കാണത്തില്ല. അത്രയും അറിവുള്ള ആൾക്കാരായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അത്രയും പ്രാഗൽഭ്യമുള്ളവരല്ല, അല്ലെങ്കിൽ അത്രയും സമയമൊന്നും എടുത്ത് ചെയ്യാനുള്ള ഒരു അവസ്ഥ ആ ക്ഷേത്രത്തിലില്ല എങ്കിൽ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗ്യസൂക്ത മന്ത്രത്തെ കൊണ്ട് എല്ലാ ദേവീദേവന്മാർക്കും ചെയ്യാം. രോഗദുരിതശാന്തിക്ക് എല്ലാ ദേവീദേവന്മാർക്കും രോഗശമന സൂക്തം ഉപയോഗിക്കാം. പുരുഷസൂക്തം വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന സ്ഥിതി ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറെ വിശിഷ്ടമായ പ്രധാന വഴിപാടായി നമുക്ക് ഉപയോഗിക്കാം. നാരായണ സൂക്തം പാപദുരിതശാന്തിക്ക് വേണ്ടി, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, അറിയാതെയോ തലമുറകളായി ചെയ്തു വെച്ചിരിക്കുന്ന ദോഷദുരിതങ്ങൾ മാറാൻ വേണ്ടി, ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ അത്
വിഷ്ണുഭഗവാനെ സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഏറെ വിശിഷ്ടമായി ചെയ്യാം. ഗണപതി സൂക്തം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്, ഗണാനാന്ത്വ എന്ന് പറയുന്ന മന്ത്രം. അപ്പോൾ അത് ഗണപതി ക്ഷേത്രത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മന്ത്രമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സൂക്തങ്ങളും അതാത് ക്ഷേത്രങ്ങളിൽ നമുക്ക് അർച്ചനയായിട്ടൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടും. ശത്രുദോഷാദി വിഷയം മാറുക, തടസ്സം മാറുക, ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം പ്രയോജനപ്പെടും. ആയുസൂക്തം എന്ന് പറഞ്ഞ മന്ത്രം, മുഞ്ചാമിത്വ എന്ന് തുടങ്ങുന്ന മന്ത്രമുണ്ട്. ആയുസൂക്തം തന്നെ പലതുണ്ട്, അവയിൽ ഏറെ പ്രശസ്തമായൊരു മന്ത്രമാണ്. 1000 ആരോഗ്യബലത്തിന് നല്ലതാണെന്നാണ് പറയുക. അപ്പം അഷ്ടമശനി, കണ്ടകശനി, ഇങ്ങനെയൊക്കെയുള്ള ശനി സംബന്ധമായ ദോഷങ്ങളോ ഏതെങ്കിലും ദശാകാലത്തെ സംബന്ധിക്കുന്ന ക്ലേശം അനുഭവിക്കുന്നവർക്കോ ഒക്കെ ആയുർബലം കുറവായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ, അങ്ങനെയൊക്കെ കിടന്ന് ക്ലേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ ജ്യോതിഷ ആചാര്യന്മാർ ആയുസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി പറയാറുണ്ട്. ശിവനാണ് ഇതേറെ വിശേഷം. ശിവന് മാത്രമൊന്നുമില്ല, എല്ലാ ദേവീദേവന്മാർക്കും ഇത് ചെയ്യാം. അതുപോലെ രുദ്രസൂക്തം എന്ന് പറഞ്ഞ മന്ത്രം ശിവനെ സംബന്ധിക്കുന്ന മന്ത്രമാണ്. ശ്രീരുദ്രം എന്ന് പറഞ്ഞ മന്ത്രം ശിവനെ സംബന്ധിക്കുന്ന മന്ത്രമാണ്. വേദമന്ത്രങ്ങളാണ്. അവയൊക്കെ വലിയ വലിയ മന്ത്രങ്ങളാണ്. അതൊക്കെ ശിവന് അർച്ചന ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മന്ത്രത്തെ കൊണ്ട് ധാര നടത്തുന്നത് ആയുരാരോഗ്യബലത്തിന്, രോഗാതി ദുരിതങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്നവർക്ക് അവയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി, പിന്നെ ദശാസന്ധി പോലെയുള്ള വലിയ അപകടം പിടിച്ച സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയൊക്കെ ജ്യോതിഷാചാര്യന്മാർ എഴുതാറുണ്ട്, തീരുമാനിക്കാറുണ്ട്. ഇവയെല്ലാം നമ്മുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിയായോ അഭിഷേകത്തിന് വേണ്ടിയോ നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരം മന്ത്രങ്ങളൊക്കെ ലഭ്യമാണെങ്കിൽ അത്തരം മന്ത്രങ്ങൾ നിത്യേന നിങ്ങൾക്ക് കുറച്ച് നേരം കേൾക്കാം. വേദമന്ത്രങ്ങൾ കേൾക്കുന്നതും വളരെ ഗുണകരമാണ്. കാരണം അതിന് വല്ലാത്തൊരു ഊർജ്ജമുണ്ട്, വല്ലാത്തൊരു ശക്തിയുണ്ട്. അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു പോസിറ്റീവ് ഊർജ്ജം നമുക്കും ലഭിക്കും എന്നർത്ഥം. അറിയാവുന്നവർക്ക് ചൊല്ലുകയും ആകാം. ഏറെ വിശിഷ്ടമായിരിക്കുന്ന വേദമന്ത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.